Okay. Next, electric field lines or electric lines of force. Electric field lines or electric lines of force. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത് മൈക്കൽ ഫാരഡേ ആണ്. ഫാരഡേ ആണ്. ഓക്കെ, ഫാരഡേയുടെ കൺസെപ്റ്റാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഇതൊരു ഇമാജിനറി കൺസെപ്റ്റാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളൊരു പ്ലസ് ക്യൂ ചാർജ് വിചാരിക്കുക. പ്ലസ് ക്യൂ ഇത് ഫിക്സഡ് ചാർജാണ്. ഇതിനടുത്ത് നമ്മളൊരു +1 കുളമ്പിൻ്റെ പേര് നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ പേരാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് സപ്പോസ് ദിസ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഈസ് ഫ്രീ ടു മൂവ്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് ഫിക്സഡ്. അപ്പോൾ ഇതിൻ്റെ റിപ്പൽഷൻ കാരണം, ഈ ചാർജിൻ്റെ റിപ്പൽഷൻ കാരണം എന്ത് ചെയ്യും? 1 കുളമ്പ് മൂവ് ചെയ്യും അല്ലേ? 1 കുളമ്പ് മൂവ് ചെയ്യും. ആ 1 കുളമ്പ് മൂവ് ചെയ്യുന്ന ആ പാത്ത്, 1 കുളമ്പ് മൂവ് ചെയ്യുന്ന പാത്താണ് ഒരു ഇലക്ട്രിക് എന്ന് വെച്ചാൽ ഇതിനെ റിപ്പൽ ചെയ്യുമ്പോൾ 1 കുളമ്പ് ഇങ്ങനെ റിപ്പൽ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ മൂവ് ചെയ്യുക? 1 കുളമ്പ് മൂവ് ചെയ്യുന്ന ആ പാത്തിൻ്റെ പേരാണ്, ആ ഇമാജിനറി പാത്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഓക്കെ, അപ്പോൾ 1 കുളമ്പ് ഈ സൈഡിൽ വെച്ചാൽ ഇതിൻ്റെ റിപ്പൽഷൻ കാരണം 1 കുളമ്പ് ഇങ്ങനെ മൂവ് ചെയ്യും. ആ 1 കുളമ്പ് മൂവ് ചെയ്ത ആ പാത്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ്. ഇതാണ് ശരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഈ കാണിച്ചിരിക്കുന്ന പാത്താണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പം ഒരു പോയിൻ്റ് എങ്ങനെ പറയുക? ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പാത്ത് അല്ലേ? ഇറ്റ് ഈസ് എ പാത്ത് അലോങ് വിച്ച് 1 കുളമ്പ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. 1 കുളമ്പ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ്സ്. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് 1 കുളമ്പ് മൂവ് ചെയ്ത പാത്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. 1 കുളമ്പ് ഈ സൈഡിൽ വെച്ചാലോ ഇതിൻ്റെ റിപ്പൽഷൻ കാരണം ഇങ്ങോട്ടേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. അങ്ങനെ 1 കുളമ്പ് ഈ സൈഡിൽ വെച്ചാൽ ഇങ്ങോട്ടേക്ക് പോകും, റിപ്പൽഷൻ കാരണം ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഇങ്ങനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ മിഡിലുള്ള ചാർജ് +Q ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട്, ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വി ക്യാൻ വിഷ്വലൈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് പുറത്തേക്കാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് വെച്ചാൽ ഇത് ആര് മൂവ് ചെയ്ത പാത്താണ്? യൂണിറ്റ് പോസിറ്റീവ് ചാർജ് 1 കുളമ്പ് മൂവ് ചെയ്ത പാത്താണ്. അപ്പോൾ ഇറ്റ് ഈസ് എ പാത്ത് അലോങ് വിച്ച് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് 1 കുളമ്പ് മൂവ്സ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു നെഗറ്റീവ് ചാർജാണ് വെച്ചതെങ്കിലോ, -Q ആണുള്ളതെങ്കിലോ, -Q ആണെങ്കിൽ ഇത് +1 കുളമ്പ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അത് പോസിറ്റീവ് ചാർജാണ്. 1 കുളമ്പിനെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇത് അതിനെ അട്രാക്റ്റ് ചെയ്യും അല്ലേ? അട്രാക്റ്റ് ചെയ്തുമ്പോൾ അത് ഇങ്ങോട്ടേക്കല്ലേ വരിക? അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. അപ്പോൾ ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങോട്ട് 1 കുളമ്പ് ഇവിടെ വെച്ചാലോ, 1 കുളമ്പ് ഇവിടെ വെച്ചാൽ അട്രാക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ 1 കുളമ്പ് ഇവിടെ വെച്ചാൽ ഇങ്ങോട്ടേക്കായിരിക്കും, ഇവിടെ വെക്കുമ്പോൾ ഇങ്ങോട്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരിക. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഈ നെഗറ്റീവ് ചാർജിൻ്റെ -Qൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനായത്. അതാ പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു +Q ചാർജും ഇത് രണ്ടും ഇപ്പോൾ ഐസൊലേറ്റ് ആണ്. ഇത് +Q ഒരു സ്ഥലത്ത്, -Q വേറെ എവിടെയോ, ആ രണ്ടിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരച്ചതാണ് നമ്മൾ. ഇനി നമ്മൾ ഇങ്ങനെ വിചാരിച്ചോ, ഒരു +Qവും ഒരു -Qവും നമ്മൾ അടുത്തടുത്ത് കൺസിഡർ ചെയ്താലോ? ഇത് രണ്ടും ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഒരു +Q ഒരു -Q. അപ്പോൾ ഇങ്ങനെ എടുക്കും. അപ്പോൾ ഇവിടെ ഒരു +Q, ഇവിടെ ഒരു -Q ഇങ്ങനെ വിചാരിച്ചു, 2 ചാർജ്. അങ്ങനെയാണെങ്കിൽ 1 കുളമ്പ് വെച്ചാൽ +1 കുളമ്പ് വെച്ചാൽ എന്ത് സംഭവിക്കും? 1 കുളമ്പിനെ
വൺ കുളമ്പിനെ ഈ ചാർജ് എന്ത് ചെയ്യും, ഈ ചാർജ് റിപ്പൽ ചെയ്യും. അപ്പോൾ വൺ കുളമ്പ് ഇങ്ങനെ ഇതിൻ്റെ റിപ്പൽഷൻ കാരണം ഇങ്ങനെ പോകും, പക്ഷേ മൈനസ് ക്യൂ എന്ത് ചെയ്യും, മൈനസ് ക്യൂ അതിനെ അട്രാക്ട് ചെയ്യും അല്ലേ. അപ്പോൾ വൺ കുളമ്പ് ഇത് റിപ്പൽ ചെയ്യുക, അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യും, മൈനസ് ക്യൂ അട്രാക്ട് ചെയ്യുമ്പോൾ അതിലേക്ക് വരും. അപ്പോൾ എങ്ങനെ വരും, വൺ കുളമ്പിൻ്റെ പാത്ത് എങ്ങനെയായിരിക്കും, ഇതിൻ്റെ റിപ്പൽഷൻ കാരണം എവേ ഇതിന് ടുവേർഡ്സും അല്ലേ. അപ്പോൾ വൺ കുളമ്പ് വെച്ചാൽ വൺ കുളമ്പ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുക. ഈ സൈഡിൽ വെച്ചാലോ, വൺ കുളമ്പ് വെച്ചാൽ ഇത് റിപ്പൽ ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഇത് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വരും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ വരക്കാം. ഓക്കെ, പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇതിൽ നിങ്ങളോട് ഒരാൾ ചോദിക്കുന്നു ഈ പോയിന്റിലുള്ള, അപ്പോൾ ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എങ്ങനെയാണുള്ളത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു കർവ്ഡ് പാത്താണ്, ഒരു ഇമാജിനറി കേർവ്ഡ് പാത്താണ് അല്ലേ, ഇമാജിനറി കേർവ്ഡ് പാത്താണ്. ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈനാണിത്. ഇതൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നു ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്. അപ്പോൾ ഈ കർവ്ഡ് പാത്തിൻ്റെ മുകളിൽ ഇവിടെ നിങ്ങളൊരു ടാൻജൻറ്റ്, ഈ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരക്കുക. ആ ടാൻജൻ്റ് ആയിരിക്കും അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇവിടെ ടാൻജൻറ്റ് വരച്ചാൽ ഇങ്ങനെ വരും. ആ ടാൻജൻ്റാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇവിടെ ടാൻജൻറ്റ് വരച്ചാൽ ഇങ്ങനെ കിട്ടും. ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അടുത്ത പോയിൻ്റ് എങ്ങനെ പറയാം, ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം, ഇറ്റ് ഈസ് എൻ ഇമാജിനറി കേർവ്ഡ് പാത്ത് അല്ലേ, സച്ച് ദാറ്റ് ദ ടാൻജൻറ്റ് അറ്റ് എ പോയിൻ്റ്, ഒരു പോയിന്റിലുള്ള ടാൻജൻറ്റ് at a point represents the direction of electric field. Tangent at a point represents the direction of electric field. ആ ടാൻജൻ്റ് ആണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ പ്ലസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണെന്ന് വിചാരിക്കരുത്. ഈ പോയിൻ്റ് എടുത്താൽ അവിടെ നമുക്ക് മനസ്സിലാവും, പോയിൻ്റ് എടുത്താൽ അവിടെ പ്ലസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഈ പ്ലസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. ഈ മൈനസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡും ഇവിടെ ഉണ്ടാവും, പ്ലസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, മൈനസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ എത്ര ഇലക്ട്രിക് ഫീൽഡായി, 2 ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ 2 ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പ്ലസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എടുക്കുക, മൈനസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എടുക്കുക, ആ രണ്ടിൻ്റെയും കൂടിയുള്ള ഒരു റിസൾട്ടൻറ്റ് ഫീൽഡ്, അപ്പോൾ നമ്മൾ പാരലോഗ്രാം ലോ വെച്ചിട്ട് റിസൾട്ടൻറ്റ് ഫീൽഡ് കാണണം. ഓക്കെ, അപ്പോൾ പ്ലസ് ക്യൂവിൻ്റെ ഫീൽഡ് എടുക്കുക, മൈനസ് ക്യൂവിൻ്റെ ഫീൽഡ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ടൻറ്റ് ഫീൽഡ്, ആ റിസൾട്ടൻറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷനായത്. അങ്ങനെ ഓരോ പോയിന്റിലും ആ റിസൾട്ടൻറ്റ് ഫീൽഡ് ഉണ്ടാവും. ഇതിൻ്റെ ഫീൽഡ്, അതിൻ്റെ ഫീൽഡ്, എന്നിട്ട് അതിൻ്റെ രണ്ടിനും കൂടിയുള്ള റിസൾട്ടൻറ്റ് ഫീൽഡ്, ആ റിസൾട്ടൻറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് പറഞ്ഞത് ടാൻജൻ്റ് ആയിട്ട്. അങ്ങനെ ഒരു പോയിന്റിൽ ഒരു ഫീൽഡ് ഉണ്ടാവും, ആ ഫീൽഡ് എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റ് ഫീൽഡ് ആയിരിക്കും. ഒരു പോയിന്റിൽ 2-3 ഫീൽഡൊന്നും ഉണ്ടാവില്ല, കുറേ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ റിസൾട്ടൻറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ ഫീൽഡേ അവിടെ ഉണ്ടാവും. ആ റിസൾട്ടൻറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഈ കർവ്ഡ് പാത്തിന് ടാൻജൻ്റ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ത് പറയാം, ഇറ്റ് ഈസ് ആൻ ഇമാജിനറി കർവ്ഡ് പാത്ത് സച്ച് ദാറ്റ് tangent at a point represents the direction of electric field at that point. ടാൻജൻ്റ് ആയിരിക്കും അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അടുത്തത്, അപ്പോൾ ഞാനിപ്പോൾ ടാൻജൻ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ പ്ലസ് ക്യൂ മൈനസ് ക്യൂ, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരച്ചത് എങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെയല്ലേ വരച്ചത്, ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈനിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഇതാണ് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈനിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഞാൻ വേറൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ വരക്കുന്നു. എന്നിട്ട് പറയുന്നു ഇതും ഇലക്ട്രിക് ഫീൽഡ് ലൈനാണെന്ന് പറയുന്നു. ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനിനെ ക്രോസ് ചെയ്തുകൊണ്ട് വേറൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരച്ചു. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനിനെ ക്രോസ് ചെയ്തുകൊണ്ട് വേറൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരക്കാൻ പാടില്ല, തെറ്റാണ്. എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഇതാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലേ, ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഇവർ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. കാരണം എന്ത്, അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇതല്ലേ, ആദ്യത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇതാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. ഈ ലൈൻ 2 ലൈൻ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് അത്. ഈ പോയിന്റിൽ നമ്മൾ പഠിച്ചേ
ടാൻജൻ്റാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്നല്ലേ പഠിച്ചേ. അപ്പോൾ ആദ്യത്തെ ലൈൻ ഇതല്ലേ, ആദ്യത്തെ ലൈനിന് നമ്മളെങ്ങനെ ടാൻജൻറ്റ് വരയ്ക്കുക? ആദ്യത്തെ ലൈൻ ഇങ്ങനെയാണുള്ളത്, ഇതാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്. ഈ പോയിന്റിലാണ് രണ്ടും തമ്മിൽ കൂടിച്ചേരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ടാൻജൻറ്റ് വരയ്ക്കുക ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഈ ലൈൻ ആദ്യത്തെ ലൈനിന് ടാൻജൻറ്റ് വരയ്ക്കുക ഇങ്ങനെയാണ്, ടാൻജൻറ്റ്. അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു. ആദ്യത്തെ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടി. രണ്ടാമത്തെ ലൈന് പോയത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഈ പോയിന്റിൽ. അപ്പോൾ ടാൻജൻറ്റ് വരയ്ക്കുക ഇങ്ങനെയാണ് അല്ലേ. രണ്ടാമത്തെ ടാൻജൻറ്റ് വരയ്ക്കുക ഇങ്ങനെയാണ്, ഈ രണ്ടാമത്തെ ടാൻജൻറ്റ് വരയ്ക്കുക ഇങ്ങനെയാണ്. ഈ ലൈനിന് രണ്ടാമത്തെ ലൈനിന് ടാൻജൻറ്റ് വരയ്ക്കുക ഇങ്ങനെയാണ്. ആ ടാൻജൻ്റാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അത് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു പോയിന്റിൽ ആദ്യത്തെ ലൈനിനും ഇലക്ട്രിക് ഫീൽഡ് ലൈനിനും ടാൻജൻറ്റ് വരയ്ക്കുക, ഈ രണ്ടാമത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈനിനും ടാൻജൻറ്റ് വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു പോയിന്റിൽ രണ്ട് ടാൻജൻറ്റ്. ഇനി ടാൻജൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ, ഇങ്ങനെ ഒരു ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ്, ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡ്. ആ രൂപത്തിലായില്ലേ? ഓക്കെ, ഒരു പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡേ ഉണ്ടാകൂ. അതെന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അല്ലാണ്ട് ഒരു പോയിന്റിലും ഇങ്ങനെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. അപ്പോൾ ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ്. വൈ? ബിക്കോസ് അറ്റ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷന് വി ക്യാൻ ഡ്രോ ടു ടാൻജൻസ്. അവിടെ ആദ്യത്തേനും ടാൻജൻറ്റ് വരച്ചു, രണ്ടാമത്തേനും ടാൻജൻറ്റ് വരച്ചു. ദാറ്റ് റെപ്രസെൻറ്റ്സ് ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. അത് ദാറ്റ് റെപ്രസെൻറ്റ്സ്. അപ്പോൾ രണ്ട് ടാൻജൻറ്റ് വരക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദർ ആർ ടു ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ സിംഗിൾ പോയിന്റ്. അതാണ് പോയിന്റ്. അറ്റ് എ സിംഗിൾ പോയിന്റ് ടു ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഡയറക്ഷനേ ഉണ്ടാകൂ. ഓക്കെ, ഇവിടെ രണ്ട് ഡയറക്ഷൻ വരും, ഇങ്ങനെ വരും. ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എടുത്തത്. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വൺ കുളമ്പ് വെച്ചാൽ എങ്ങനെ ഒന്ന്, വൺ കുളമ്പ് ഇതിൽ നിന്ന് അവേ അതിന് ടു വേർഡ്സ്, അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെയല്ലേ, ഇതൊക്കെയല്ലേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അടുത്ത പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എവിടുന്ന് എവിടത്തേക്കാണിത്? ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് അല്ലേ. പോസിറ്റീവ് ചാർജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൽ തുടങ്ങി നെഗറ്റീവ് ചാർജിൽ അവസാനിച്ചു അല്ലേ? അങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിച്ചു. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ഇറ്റ് നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും പിന്നെ അതേപോലെ ഇങ്ങോട്ടും. ഇതാണ് ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇതിപ്പം എപ്പോഴും പ്ലസ് ക്യൂ എന്ന് ഇത് അങ്ങോട്ടേക്കാണ്, ഇതും അങ്ങോട്ടേക്ക് തന്നെയാണ്. അല്ലാതെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ ഇല്ല. അങ്ങനെയാണെങ്കിലേ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയൂ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത് ഓക്കെ, ഇറ്റ് നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ഓക്കെ, പ്ലസ് ക്യൂ നിന്ന് മൈനസ് ക്യൂയിലേക്ക് മാത്രമാണ്. ഓക്കെ, ഇനി അടുത്തത് ഇങ്ങനെ കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരക്കുകയാണെങ്കിലോ ഇങ്ങനെ വരും, അടുത്തത് ഇങ്ങനെ വരും. ഇതിൻ്റെ മീനിങ് ഇത് പ്ലസ് ക്യൂ ആണല്ലോ, പ്ലസ് ക്യൂ നിന്ന് ഇതിങ്ങനെ വന്ന് മൈനസ് ക്യൂവിൽ വന്ന് അവസാനിക്കും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇടാം, ഇതിങ്ങനെ. ഓക്കെ, റെഡി? അടുത്ത പോയിന്റ്, ഇവിടെ ഇപ്പോൾ ഒരു ചാർജിന് ഇത് രണ്ടും ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അല്ലേ, രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അല്ലേ ഇത്. ഈ രണ്ട് ലൈന് തമ്മിൽ ദൂരേക്ക് പോകുമ്പം ഇവർ തമ്മിലുള്ള രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈന് തമ്മിൽ അകലം കൂടുകയല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തമ്മിലുള്ള അകലം കൂടി വരികയല്ലേ അല്ലേ? അപ്പോൾ ഈ ചാർജിൻ്റെ ഇവിടെയുള്ള ചാർജിൻ്റെ തൊട്ടടുത്ത് എങ്ങനെയാണുള്ളത്? ചാർജിൻ്റെ തൊട്ടടുത്ത് ഈ ലൈൻസൊക്കെ വളരെ ക്ലോസ് അല്ല, ഈ ലൈൻസ് കാണുന്ന ലൈൻസൊക്കെ വളരെ ക്ലോസ് ആണ്. അങ്ങോട്ട് പോകുമ്പോൾ ഇവർ തമ്മിൽ അകലം ഇങ്ങനെ കൂടി വരികയാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തമ്മിലുള്ള അകലം കൂടി വരികയാണ്. അപ്പോൾ ഈ ലൈൻസ് ചാർജിൻ്റെ തൊട്ടടുത്ത് എങ്ങനെയാണുള്ളത്? ലൈൻസൊക്കെ വളരെ ക്ലോസ് ആണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വളരെ ക്ലോസ് ആണ്, അടുത്തടുത്താണ് ഉള്ളത് അല്ലേ? അതിൻ്റെ അർത്ഥം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വളരെ സ്ട്രോങ് ആണ്, ഇലക്ട്രിക് ഫീൽഡ് വളരെ കൂടുതലാണ്. ഈ ചാർജിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വളരെ കൂടുതലാണ്. അകലത്തേക്ക് പോകും തോറും
ഈ ലൈന് തമ്മിലുള്ള ഈ ലൈന് തമ്മിലുള്ള അകലം ഇങ്ങനെ കൂടി വരും. അതാണ് ഈ ലൈൻസ് തമ്മിൽ ഫാർ അപ്പാർട്ടാവും അല്ലേ. ഓക്കെ, ലൈൻസ് തമ്മിലുള്ള അകലം കൂടി വരും. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം അവിടെ ഇലക്ട്രിക് ഫീൽഡ് കുറവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നുമില്ല, അകലത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരും എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസർ, ലൈൻസൊക്കെ വളരെ ക്ലോസർ ആണെങ്കിൽ ഇൻ ദാറ്റ് റീജിയൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സ്ട്രോങ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് വളരെ കൂടുതലാണ്. ഇഫ് ലൈൻസ് ആർ ഫാർ അപ്പാർട്ട്, ലൈൻസ് തമ്മിൽ അകലം ഇൻക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ ദർ ഇൻ ദാറ്റ് റീജിയൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് വീക്ക്, അവിടെ ഇലക്ട്രിക് ഫീൽഡ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പറ്റി പറഞ്ഞ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? ഒരു ചാർജിൻ്റെ അടുത്ത് 1 കുളമ്പ് വെക്കുക. 1 കുളമ്പ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, അത് മൂവ് ചെയ്യുന്ന പാത്താണ്. 1 കുളമ്പ് വെച്ചാൽ ആ 1 കുളമ്പ് മൂവ് ചെയ്യുന്ന പാത്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഒരു കർവ്ഡ് പാത്ത് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പോയിന്റിൽ ടാൻജൻറ്റ് വരച്ചാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടും. ടാൻജൻറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. പിന്നെ 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻ തമ്മിൽ ഒന്നിൻ്റെ മുകളിൽ കൂടെ മറ്റൊന്ന് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. കാരണം എന്തായിരുന്നു? അങ്ങനെ വരുമ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ വി ക്യാൻ ഡ്രോ 2 ടാൻജൻസ്. 2 ടാൻജൻസ് പറഞ്ഞാൽ ദർ ആർ 2 ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് അർത്ഥം. അത് പോസിബിൾ അല്ല. ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഡയറക്ഷനേ ഉണ്ടാകൂ. പിന്നെ പറഞ്ഞെന്താണ്? ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം +q ആൻഡ് എൻഡ്സ് അറ്റ് -q. അങ്ങനെ പറഞ്ഞു. ഇറ്റ് നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്സ് എന്ന് പറഞ്ഞാൽ +q നിന്ന് -qയിലേക്കും പിന്നെ -q നിന്ന് +qയിലേക്കും ഇല്ല, +q നിന്ന് -qയിലേക്കും മാത്രമാണ്. അതുകൊണ്ട് ഇത് ക്ലോസ്ഡ് ലൂപ്പ് അല്ല. ഓക്കെ, പിന്നെ പറഞ്ഞാൽ ഈ ലൈൻസൊക്കെ വളരെ ക്രൗഡഡ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കോ, ഈ ലൈൻസ് എല്ലാം വളരെ അടുത്തടുത്താണ്. ലൈൻസ് എല്ലാം വളരെ അടുത്തടുത്താണെങ്കിൽ അർത്ഥം അവിടെ ഫീൽഡ് സ്ട്രോങ് ആണ്. ഓക്കെ, ലൈൻസൊക്കെ ഫാർ അപ്പാർട്ടാണെങ്കിൽ, ലൈൻസ് നമ്മൾ അകലം കൂടുന്നതിൻ്റെ അർത്ഥം അവിടെ ഫീൽഡ് കുറവാണ്. ഇങ്ങനെയുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് പറഞ്ഞത്. ഇത് നമ്മൾ ഈ ഫീൽഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ ഇപ്പോൾ 2 +q വിചാരിക്കൂ. രണ്ടും +q ആണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഒരു +q1 ഒരു +q2, ഇങ്ങനെ രണ്ടും +q ആണ്. ഇതിൻ്റെ ഫീൽഡ് ലൈൻസ് എങ്ങനെ വരക്കും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരക്കും? ഫീൽഡ് ലൈൻസ് വരക്കണമെങ്കിൽ 1 കുളമ്പിനെ വെച്ച് നോക്കണം അല്ലേ. +1 കുളമ്പിനെ വെച്ചു. 1 കുളമ്പിനെ വെക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റിപ്പൽഷൻ കാരണം 1 കുളമ്പ് ഇങ്ങനെയല്ലേ പോവുക. ഇങ്ങനെ പോലെ അതും പോസിറ്റീവാണ്. പോസിറ്റീവ് ആയതുകൊണ്ട് അതും റിപ്പൽ ചെയ്യും. അതും 1 കുളമ്പിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകില്ല. ഈ 1 കുളമ്പ് അതിൻ്റെ അടുത്തേക്ക് പോകില്ല. ഓക്കെ, അപ്പോൾ ഈ 1 കുളമ്പ് എങ്ങനെ പോകും? 1 കുളമ്പ് ഇങ്ങനെ കാണിക്കാം. 1 കുളമ്പ് ഇങ്ങനെ. ഓക്കെ, ഇതിൻ്റെ റിപ്പൽഷൻ കാരണം ഇങ്ങനെ പോയി. അതുപോലെ അതും റിപ്പൽ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് വരക്കാൻ പറ്റില്ല. ഈ സൈഡിൽ വെച്ചാലോ ഇങ്ങനെ പോകുന്നതായിട്ട് കാണിക്കാം. ഓക്കെ, അതുപോലെ ഇതിൻ്റെ അടുത്ത് വെക്കുമ്പോൾ ഇങ്ങനെ പോകുന്നതായിട്ട് കാണിക്കാം. ഇവിടെ ഇങ്ങനെ പോകുന്നതായിട്ട് കാണിക്കാം. ഇങ്ങനെയൊക്കെയാണ് 1 കുളമ്പ് ഓരോ സ്ഥലത്ത് വെച്ച് 1 കുളമ്പ് മൂവ് ചെയ്യുന്ന പാത്താണ് കാണിച്ചത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇങ്ങനെ കുറേ എണ്ണം വരച്ചിടുക. ഇനി ഇത് രണ്ടും -q ആണെങ്കിലോ, -q ആണെങ്കിലോ, ഇങ്ങനെയാണെങ്കിലോ -q ആണെങ്കിൽ ഇതെന്താ ചെയ്യുക? 1 കുളമ്പ് വെച്ചാൽ +1 കുളമ്പ് വെച്ചാൽ 1 കുളമ്പിനെ അട്രാക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ 1 കുളമ്പ് ഇതിലേക്കോ അതിലേക്കോ എവിടത്തേക്കാണ് അട്രാക്ഷൻ കൂടുതൽ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ 1 കുളമ്പിനെ അട്രാക്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ 1 കുളമ്പിനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇങ്ങനെയാണ് വരിക. ആ 1 കുളമ്പ് മൂവ് ചെയ്യുന്ന പാത്ത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇവിടെയാണെങ്കിലോ അതിലേക്കാണ് അട്രാക്ഷൻ കൂടുതലെങ്കിൽ അങ്ങോട്ടേക്ക് കാണിക്കാം. അപ്പോൾ 1 കുളമ്പ് മൂവ് ചെയ്യുന്ന പാത്ത് ഇങ്ങനെയായിരിക്കും. ഇവിടെ വെക്കുമ്പം ഇതിലേക്ക് കാണിക്കാം, ഇവിടെ വെക്കുമ്പം ഇതിലേക്ക് കാണിക്കാം. ഏരോ മാർക്കാണ് ഇതിൽ മെയിൻ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ വരച്ചിടും. ഇങ്ങനെയൊക്കെ കാണിക്കാം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഇനി പറയാനുള്ളത് ഇതിൽ ഇതൊരു കണ്ടക്ടറാണ്. ഇതിലുള്ളത് നെഗറ്റീവ് ചാർജാണെന്ന് വിചാരിച്ചോ. കണ്ടക്ടർ
ഇറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ഇവിടെ ഞാനിപ്പോൾ ഒരു പ്ലസ് ക്യൂ ചാർജ് വെച്ചു, പ്ലസ് ക്യൂ ചാർജ്. ഓക്കെ, അപ്പോൾ പ്ലസ് ക്യൂ ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് വരിക? ഫീൽഡ് ലൈൻസ് 1 കുളമ്പ് ആണെങ്കിൽ ഇത് 1 കുളമ്പിനെ റിപ്പൽ ചെയ്യും, 1 കുളമ്പിനെ ഇത് റിപ്പൽ ചെയ്യും, ഇത് 1 കുളമ്പിനെ റിപ്പൽ ചെയ്യും. പക്ഷേ ഇതെന്ത് ചെയ്യും? നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് 1 കുളമ്പിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഫീൽഡ് ലൈൻസ് എങ്ങനെ വരിക? ഇത് റിപ്പൽ ചെയ്യാണ്, പക്ഷേ ഇത് അട്രാക്ട് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 1 കുളമ്പ് എങ്ങനെയാണ് മൂവ് ചെയ്യുക? അതൊന്ന് റിപ്പൽ ചെയ്യുമ്പോൾ ഏരോ മാർക്കിങ് അല്ലേ, അത് റിപ്പൽ ചെയ്യാണ്, പക്ഷേ ഇത് അട്രാക്ട് ചെയ്യാണ്. ഈ കണ്ടക്ടറിൻ്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോർമലായിരിക്കും. എന്നാൽ കണ്ടക്ടറിന് നോർമലായിട്ടാണ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ബോർഡർ പോയിൻ്റാണ്. കണ്ടക്ടറിന് നോർമലായിട്ടാണ് ഇവിടെ നിന്ന്, എന്നാൽ ഇതിന് പെർപ്പൻഡിക്കുലറായിട്ട്, ഈ കണ്ടക്ടറിന് പെർപ്പൻഡിക്കുലറായിട്ടാണ് എപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വരയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ വരയ്ക്കാം. ഇതിന് പെർപ്പൻഡിക്കുലറായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇവിടെ വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ വന്ന് ഇതിന് പെർപ്പൻഡിക്കുലറായിട്ട്, ഈ കണ്ടക്ടറിന് പെർപ്പൻഡിക്കുലർ, ആ പോയിന്റിൽ പെർപ്പൻഡിക്കുലറായിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഉണ്ടാവുക. അതുപോലെ ഇങ്ങനെ വരയ്ക്കാം, ഇതിന് പെർപ്പൻഡിക്കുലറായിട്ട്, കണ്ടക്ടറിന് പെർപ്പൻഡിക്കുലറായിട്ട്. ഓക്കെ, റെഡി. ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈനിനെ പറ്റി വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഒരു ചാർജ്, ഒരു Q1 എന്ന് പറയുന്ന ചാർജ്, ഓക്കെ, ഒരു Q2 എന്നുള്ള ചാർജ്, Q2 എന്നുള്ള ചാർജ്. ഓക്കെ, അപ്പോൾ ഇതിൽ തൽക്കാലം ഇത് നമ്മൾക്കൊരു -Q2 എന്ന് എടുക്കുന്നുള്ളൂ, -Q2. പക്ഷേ Q1ൻ്റെ മാഗ്നിറ്റ്യൂഡ്, Q1ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈ സൈൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, സൈന് പറയേണ്ട. Q1ൻ്റെ മാഗ്നിറ്റ്യൂഡ് Q2ൻ്റെ മാഗ്നിറ്റ്യൂഡിനേക്കാൾ കൂടുതലാണ് വിചാരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിനാണ് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് 10 കുളമ്പ്, ഇതൊരു 7 കുളം, -7 കുളം. -7 കുളമ്പ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 7 കുളമ്പാണ്, മാഗ്നിറ്റ്യൂഡ് 7ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ Q1 ആണെന്ന് വിചാരിച്ചോ, Q1 ആണ് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ. അപ്പോൾ ഫീൽഡ് ലൈൻസ് ഇത് പ്ലസ് ആയി മൈനസ് അല്ലേ, ഫീൽഡ് ലൈൻസ് പ്ലസ് നിന്ന് മൈനസിലേക്കായിരിക്കുമല്ലോ, പ്ലസ് നിന്ന് മൈനസിലേക്ക് ഫീൽഡ് ലൈൻസ് വരച്ചു. ഫീൽഡ് ലൈൻസ് ഈസ് ഫ്രം +Q to -Q, നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി അടുത്ത ഫീൽഡ് ലൈൻസ് വരക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച്, ഇവിടെ നന്നായിട്ട് അടുത്ത് വരക്കുക. കാരണം പറഞ്ഞുതരാം, ഇവിടെ കുറച്ച് ഇവിടെ ഫീൽഡ് ലൈൻസ് വരക്കുമ്പോൾ കുറച്ച് വിട്ട് വരക്കാം. ഇത്ര ക്ലോസ് ആയിട്ട് അവിടെ വരക്കണ്ട, ഇത്രയും അടുത്ത് ക്ലോസ് ആയിട്ട് അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഈ ചാർജിനല്ലേ ഞാൻ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെന്ന് പറഞ്ഞാൽ, ഈ ചാർജിന് Q1 അല്ലേ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെന്ന് പറഞ്ഞാൽ, ഇതിന് മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ഫീൽഡ് കൂടുതലായിരിക്കും. ഇതിന് ചാർജ് കൂടുതലാണെങ്കിൽ ഇതിന് ഫീൽഡ് കൂടുതലായിരിക്കും, ചാർജ് കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ഫീൽഡ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫീൽഡ് കൂടുതലായതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഫീൽഡ് കൂടുതലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിന് ചാർജിന് മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്, അതുകൊണ്ട് ആ ചാർജിൻ്റെ ഫീൽഡ് കൂടുതലാണ്, ഫീൽഡ് കൂടുതലാണ്. ഇത് ക്രൗഡഡ് ആയിട്ട് അടുത്തടുത്ത് വരക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഫീൽഡ് കൂടുതലാണ്, അടുത്തടുത്ത് വരക്കണ്ടേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത് വരക്കുക, അടുത്തുമ്പോൾ കുറച്ച് ഇങ്ങനെ വരക്കുക, കുറച്ച് വിട്ട് വരക്കുക. ഓക്കെ, അതുപോലെ വരക്കുമ്പോൾ +Q -Qയിലേക്ക് ഇവിടെ അടുത്ത് വരക്കണം, അവിടെ കുറച്ച് വിട്ട് വരക്കുക. ആ രൂപത്തിൽ അത് ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ അടുത്ത് അവിടെ കുറച്ച് വിട്ടിട്ട് ആ രൂപത്തിൽ. അപ്പോൾ ഈ റീസൺ എന്താ പറഞ്ഞത്, ഈ ചാർജിന് മാഗ്നിറ്റ്യൂഡ് ആ ചാർജിനേക്കാൾ കൂടുതലാണ്, ഇതിന് മാഗ്നിറ്റ്യൂഡ് കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ഫീൽഡ് കൂടുതലാണ്. ഫീൽഡ് കൂടുതലാണെങ്കിൽ ലൈൻസ് വരക്കും, ലൈൻസ് വരക്കുമ്പോൾ ഫീൽഡ് കൂടുതലായതുകൊണ്ട്, ഇതിൻ്റെ അടുത്ത് ഫീൽഡ് കൂടുതലായതുകൊണ്ട് ലൈൻസ് വരക്കുമ്പോൾ ലൈൻസ് അടുത്തടുത്ത് വരക്കണം. ഈ ഇവിടെ ഫീൽഡ് കുറവായ, മാഗ്നിറ്റ്യൂഡ് കുറവാണ്, ഫീൽഡ് കുറവായതുകൊണ്ട് ലൈൻസ് വിട്ട് വരക്കണം, കുറച്ച് ഗ്യാപ്പ് ഇട്ട് വരക്കണം. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഞാൻ ജസ്റ്റ് നോക്കാം. ഇതൊക്കെ കാണിക്കുന്നത് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനായത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
ഇവിടെ ഏതോ ചാർജ് ഉണ്ട്, ഏതൊക്കെയോ ചാർജ് ഇവിടെ ഉണ്ട് വിചാരിക്കുക, ഏതെല്ലോ ചാർജ് ഉണ്ട്. ആ ചാർജിൻ്റെ ഏതൊക്കെയോ ചാർജ് ഇവിടെയൊക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ആ ചാർജിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷനായത്, അവിടെ ഉണ്ടാകുന്ന ഈ ചാർജുകളുടെ ഫീൽഡിൻ്റെ ഡയറക്ഷനായത്. ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ചാർജിൽ നിന്ന് എവേ, നെഗറ്റീവ് ചാർജിന് ടുവേർഡ്സ് ആണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഏതോ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഒക്കെ ഇവിടെ ഉണ്ട്, അങ്ങനെ നിങ്ങൾ സങ്കല്പിക്കണം. അതൊന്നും നമ്മൾ പിക്ചറിൽ കാണിക്കൂല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഏതൊക്കെയോ ചാർജ് ഉണ്ട്, ആ ചാർജുകളുടെ ഫീൽഡായത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇനി പ്രത്യേകിച്ച് ചാർജിനൊന്നും കാണിക്കൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലുണ്ടാവണം ഏതൊക്കെയോ ചാർജ് അവിടെ ഉണ്ട്, ആ ചാർജുകളുടെ ഫീൽഡിൻ്റെ ഡയറക്ഷനായത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പോയിന്റ്, ഇവിടെയുള്ള ഫീൽഡ് ഇ എ എന്ന് വിളിച്ചു, ഇവിടെയുള്ള ഫീൽഡ് ഇ ബി എന്ന് വിളിച്ചു, ഇവിടെയുള്ള ഫീൽഡ് ഇ സി എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നു ഈ മൂന്ന് പോയിന്റ്സ് എവിടെയാണ് ഫീൽഡ് കൂടുതൽ എവിടെയാണ് കുറവ് എന്നെല്ലാം പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതൊക്കെയാണ് ഇവിടുത്തെ ഫീൽഡ് ലൈൻസ്. ഇതിൻ്റെ എല്ലാം പേരാ ഫീൽഡ് ലൈൻസ് അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആയതൊക്കെ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? ലൈൻസ് ക്ലോസർ ആണെങ്കിൽ ഇവിടെ ലൈൻസ് എല്ലാം ക്ലോസറാണ് അല്ലേ, ഇവിടെ ലൈൻസ് കുറച്ച് വിട്ടിട്ടാണ്. ഇനി ഇവിടുത്തെ അതേ ഇതിൽ തന്നെയാണ് ഇവിടെയുള്ളത്. ഓക്കെ, നമ്മൾ പഠിച്ചെന്നാ ലൈൻസ് എല്ലാം ക്ലോസർ ആണെങ്കിൽ അവിടെ ഫീൽഡ് കൂടുതൽ, ഫീൽഡ് കൂടുതൽ. ലൈൻസ് ഒക്കെ വിട്ടിട്ടാണെങ്കിൽ അവിടെ ഫാർ അപ്പാർട്ട് ആണെങ്കിൽ അവിടെ ഫീൽഡ് കുറവാണ്. അപ്പോൾ ഇവിടെ ഫീൽഡ് കുറവ്, ഇവിടെ ഫീൽഡ് കൂടുതൽ. ഇനി ഇവിടുത്തെ അതേ സംഭവമാണ് ഇവിടെയുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫീൽഡും എന്താണ്? സെയിം ആണ്. ഈ ഫീൽഡ് സെയിം ആണ്. ഇനി ഇവിടെയുള്ള ഫീൽഡ് ഈ ഫീൽഡിനേക്കാൾ ഇതിനേക്കാൾ കൂടുതലാണ്, ഇതാണ് ഏറ്റവും കുറവ്. അപ്പോൾ ലൈൻസ് ഫാർ അപ്പാർട്ട് ആയതുകൊണ്ട് ഇതാണ് ഏറ്റവും കുറവ്. ഓക്കെ, അപ്പോൾ എന്താ എഴുതാം? ഇ എ ഈക്വൽ ടു ഇ സി, രണ്ട് ഈക്വൽ ആയിരിക്കും. അത് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? ഇ ബി ആയിരിക്കും. ഇവിടെ ഫീൽഡ് കുറവായിരിക്കും. ഓക്കെ, റെഡി? ഓക്കെ, അടുത്ത നിങ്ങൾക്ക് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ യൂണിഫോമാണ്. യൂണിഫോം മീൻസ് എല്ലാവരുടെയും സെയിം ആണ് അല്ലേ. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്, അതിനെ റെപ്രസെൻ്റ് ചെയ്യണം. എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ഇത്. ഈ ഫീൽഡ് ലൈൻസ് നമ്മൾ പഠിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരക്കണം. നമ്മളെങ്ങനെ വരച്ച് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? അതിനാ സൗകര്യത്തിന് വേണ്ടി നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈനായത് ഒരു ലൈന്. അതേപോലെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഞാൻ ഇങ്ങനെ വരച്ചു, ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ വരച്ചു. നിങ്ങൾ വിചാരിക്കൂ ഇവർ തമ്മിലുള്ള ഈ ഗ്യാപ്പും സെയിമാണ്. ഓക്കെ, റെഡി? ഇനി ഞാൻ വേറൊന്ന് കാണിക്കുന്നു. ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ വരച്ചു, വേറൊന്ന് ഞാൻ ഇങ്ങനെ വരച്ചു, ഒന്ന് ഇങ്ങനെ വരച്ചു, ഇങ്ങനെയൊക്കെ വരച്ചു. ഇവിടെ ലൈൻസ് തമ്മിൽ വളരെ ക്ലോസ് അല്ലേ. ലൈൻസ് ക്ലോസ് ആയതുകൊണ്ട് ആണ് നമ്മൾ പഠിച്ചെന്നാൽ ലൈൻസ് ക്ലോസ് ആണെങ്കിൽ അർത്ഥം അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണ്. ഇവിടെ ലൈൻസ് തമ്മിൽ ഫാർ അപ്പാർട്ടാണ്, ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കുറവാണ്. അപ്പോൾ അവിടെ ലൈൻസ് ക്ലോസർ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ് ആണ്. ഇവിടെ ലൈൻസ് ഫാർ അപ്പാർട്ട് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് വീക്കാണ്. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കുറവും. അപ്പോൾ ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ല, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അവിടെ ഇവിടെ ഒന്നും സെയിം അല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ലൈൻസ് തമ്മിലുള്ള സെപ്പറേഷനും സെയിമാണ്. അതിൻ്റെ അർത്ഥം അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡും ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡും സെയിമാണ്. അതുപോലെ ഇവിടെയും ഇതും സെയിം, ലൈൻസ് ഡിസ്റ്റൻസ് സെയിമാണ്, ഇവിടെയും സെയിമാണ്. അപ്പോൾ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡും ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡും സെയിമാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവിടെയും ഇലക്ട്രിക് ഫീൽഡ് സെയിമാണ്. ഇതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ഇറ്റ് ഈസ് ഓൺലി എ റെപ്രസെൻറ്റേഷൻ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ഇക്വിഡിസ്റ്റൻറ്റ് പാരലൽ ലൈൻസ്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ഇക്വിഡിസ്റ്റൻറ്റ് പാരലൽ ലൈൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക,
ഇവിടെ ഇത്രയാണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെറുതെ ഇവിടെ എഴുതി വെച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏതൊക്കെയോ ചാർജുകളുണ്ട്. ആ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണിത്. ആ ചാർജാണ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ചാർജിനെ നമ്മൾ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പിക്ചറിൽ ചാർജിനെ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ട ഇലക്ട്രിക് ഫീൽഡ് ഒരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് കേട്ടാൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ ഏതോ ചാർജുണ്ട്, ഏതൊക്കെയോ ചാർജുകളുണ്ട്. ആ ചാർജിൻ്റെ ഫീൽഡായത്. ആ ഫീൽഡ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കൂ. ആ ഫീൽഡ് ഒരു യൂണിഫോം ഫീൽഡാണെന്ന് വിചാരിക്കൂ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ അതിനെ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇക്വി ഡിസ്റ്റൻറ്റ് പാരലൽ ലൈൻസ് ആയിട്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.